ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയുന്നത് മാരുതി സുസുക്കി 800 ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഗിയർ ലിവറിന് നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ മുകളിലോട്ടും താഴോട്ടും ഉള്ള ഗിയർ ലിവറിന് പ്ലേ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിന്റെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്കാണ്. അപ്പോൾ അതിന്റെ പ്ലേയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഗിയർ ലിവർ യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ 800ന്റെ ഗിയർ ലിവർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ അങ്ങോട്ടും, അതായത് നമ്മൾ ഇങ്ങനെയുള്ള പ്ലേ വരുന്നത് ഇവിടുത്തെ ബുഷ്, ഈ ബുഷിന്റെ തേയ്മാനം, അതുപോലെ തന്നെ ഇത് ഇവിടെയാണ് അറ്റാച്ച് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാറിന്റെ തേയ്മാനം, ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാർ ആണ്. ഇവിടെ ഒരു ഓറിഞ്ച് വരും, അതുപോലെ തന്നെ ഇതിനുള്ളിലും ഒരു ഓറിഞ്ച് വരും. അപ്പൊ ഈ ഓറിഞ്ച് നമുക്ക് ഇത് പുതിയത് കാരണം ഇതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തേഞ്ഞു പോയി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്ലേ വരും. അതായത് ഇങ്ങനെയുള്ള പ്ലേ ഇതിനകത്ത് വരും. ഇത് ഇങ്ങനെയാണ് കണക്ട് ആവുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള പ്ലേ ഇവിടെ വരുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബുഷ് പോയതാണ്, അതുപോലെ തന്നെ ഇവിടുത്തെയും ബുഷ് പോയതാണ്. പിന്നെ സെലക്ടറിനുള്ളിൽ ഇത് നേരെ ഗിയറിന്റെ സെലക്ടറിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ടറിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടേ വരും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്റ്റാറിന്റെ ബുഷും പോയിട്ടുണ്ട്. അതുപോലെ ഇത്രയും പ്ലേ ആണ്, ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും പ്ലേ ആണ് ഇതിൽ നിൽക്കുന്നത്. മീൻസ് ഈ പ്ലാസ്റ്റിക് തേഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് ഈ ബുഷും മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലേ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്ലേ ആണ്. അതായത് മുകളിലോട്ടും താഴോട്ടുമുള്ള ഒരു പ്ലേ, മുകളിലോട്ടും താഴോട്ടും, അതായത് മുകളിലോട്ടും താഴോട്ടും ഉള്ള പ്ലേ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയ്ക്ക് പ്ലേ ഇതിനകത്ത് ഉണ്ട്. ആ ബോള് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും ഇത്രയും പ്ലേ ആണ് ഇതിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ മൗണ്ടിങ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൗണ്ടിങ് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ മൗണ്ടിങ് പൊട്ടിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നല്ല രീതിയിൽ മൗണ്ടിങ് പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ മൗണ്ടിങ് മാറണം. കൂടാതെ ഇതിനുള്ളിലെ ബുഷും കാര്യങ്ങളൊക്കെ നമുക്ക് മാറണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 14ന്റെ ബോൾട്ട് നട്ട് അയച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ നട്ട്, ഒരു പ്ലേറ്റ് വാഷർ വരും, ഒരു സ്പ്രിംഗ് വാഷർ വരും ഈ നട്ടിന് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും പ്ലേ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതിന് മൗണ്ടിങ്ങിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ലിവറിന് എന്തെങ്കിലും ഒരു ചെറിയ ബെൻഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഈ ബോൾട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എങ്ങനെയാണോ ഏത് പൊസിഷനിലാണോ കിടന്നത്, അതായത് ഇത് പഴയ മാർക്കിലാണ് കിടന്നേക്കുന്നത്, അപ്പോൾ അതേ മാർക്കിൽ തന്നെ വേണം പുതിയ മൗണ്ടിങ് ഇടുമ്പോഴും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്, ഈ ബുഷ് നമ്മൾ ഇടാനായിട്ട് പാടായിരിക്കും. ഇത് നമ്മൾ ലോഡ് ചെയ്ത് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ മൗണ്ടിങ് പൊട്ടിക്കും. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ലിവറിന്റെ ലെങ്തിനെ ഇത് ബാധിക്കും. അപ്പൊ ഇത് ഗിയർ ബോക്സിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വലിച്ചു വെച്ച് ഇടും. വലിച്ചു വെച്ച് ഈ ഭാഗത്ത് ഇട്ട് കഴിയുമ്പോൾ നേരെ ഈ മൗണ്ടിങ്ങിന് ലോഡ് വരും. മൗണ്ടിങ്ങിന് ലോഡ് വന്നു കഴിഞ്ഞാൽ മൗണ്ടിങ് പെട്ടെന്ന് പുതിയത് ഇട്ട് കഴിഞ്ഞാലും പൊട്ടി പോകും. അപ്പോൾ ഈ പഴയ മാർക്കിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. കൂടാതെ ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ നമുക്കിപ്പോൾ മാർക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ മാറി പോയിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബോൾട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഈ ബോൾട്ട് ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ വണ്ടി ഇവിടെ വെച്ച് തന്നെ ഫുൾ ടൈറ്റ് ചെയ്യാതെ വണ്ടിക്കകത്ത്, അതായത് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നട്ടും വാഷറും മാത്രം ഇട്ട് വെച്ചിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നട്ട് ടൈറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ പഴയ മാർക്കിൽ ടൈറ്റ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇത് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ലിവർ ഊരാനായിട്ട് ഈ ഒരു ബുഷ് നമുക്ക് ഊരിയെടുക്കണം. ഈ ഒരു ബുഷ് ഊരി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഹോളിൽ കൂടെ വരാനായിട്ട് പാടാണ്. അതിനുവേണ്ടി നമ്മൾ പഞ്ച് വെച്ചിട്ട് ഈ ഒരു ബുഷ് ഊരുന്നുണ്ട്. പഞ്ച് വെച്ച് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ബുഷ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരാം. ഈ മറു ബുഷും അങ്ങനെ തന്നെ ഊരി എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതിനുള്ളിൽ വളച്ചിട്ട് ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഊരി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ബുഷും കാര്യങ്ങളൊക്കെ. ഈ ഒരു പോർഷനിലായിരിക്കും ഇത് ഊരിയെടുക്കുന്നത്. ഇവിടെ താഴെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബുഷ് വരും, അതുപോലെ തന്നെ മുകളിലും ഈ ഭാഗത്തായിട്ടും ഒരു പ്ലാസ്റ്റിക്കിന്റെ ബുഷ് വരും. പ്ലാസ്റ്റിക്കിന്റെ ബുഷ് ഒരു ചെറിയൊരു സ്ലീവ് വരും, അതുപോലെ തന്നെ ഒരു ലോക്കും ഇതിൽ വരും. ഇത് മൗണ്ടിങ് ഉൾപ്പെടെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് പൊട്ടിയ ഭാഗം നമുക്ക് നോക്കാം. ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടും ഉള്ള പ്ലേ, അതായത് നമ്മളിപ്പോൾ കാണിച്ച മുകളിലോട്ടും താഴോട്ടുള്ള പ്ലേ വരുന്നത് ഈ ബുഷിന്റെ തീരുമാനം കൊണ്ടാണ്. ഈ സൈഡ് പ്ലേയും അതുപോലെ തന്നെ ഗിയർ ഒരു സ്മൂത്ത് ആയിട്ട് വീഴാത്തതൊക്കെ ഈ മൗണ്ടിങ് പൊട്ടിയാൽ വരും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതിന്റെ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മാറാം.
നമ്മളിപ്പോൾ ഇതിന്റെ പുതിയ മൗണ്ടിങ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പുതിയ മൗണ്ടിങ് വരുന്നത്. 2 ടൈപ്പ് മൗണ്ടിങ് ആണ് വരുന്നത്. ഒന്നൊരു MBFI വരുന്ന സ്റ്റാർ ടൈപ്പ്, ഇത് കാർബറേറ്റർ മോഡൽ ടൈപ്പ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വണ്ടികളിൽ വരാറുണ്ട്. അപ്പോൾ മൗണ്ടിങ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്, പുതിയ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബുഷ് കിറ്റുകൾ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിനുള്ളിൽ ഇടാനുള്ളതാണ്. അതുപോലെ ഈ ബുഷ് വരുന്നത് നമുക്ക് ഈ പ്ലേറ്റിന്റെ ഈ ഭാഗത്ത് ഇടേണ്ട പുതിയ ബുഷാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് ഷിം നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബുഷ് നമ്മൾ പുതിയത് ഇടുന്ന സമയത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് തട്ടി കയറ്റുമ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് തട്ടി കയറ്റിയിട്ട് പിന്നെ നമ്മൾ ബോൾട്ട് ഇടാൻ നോക്കുമ്പോൾ ടൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ടൈറ്റ് ആയിട്ട് ഒരിക്കലും ഇടരുത്. ടൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇതിനുള്ളിൽ കയറ്റി കഴിഞ്ഞിട്ട് ഫയൽ വെച്ചിട്ട് ഈ ബുഷ് കുറച്ച് ഉരച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഇടാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമുക്ക് നോക്കാം പിന്നീട്. അപ്പോൾ ഈ മൗണ്ടിങ്ങും കാര്യങ്ങളും നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ മൗണ്ടിങ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മൗണ്ടിങ് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിന്റെ പ്ലേയും കാര്യങ്ങളും ഒന്ന് നോക്കണം. അപ്പം നമുക്ക് എക്സ്ട്രാ ഷിമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്ന ഒരു ഷിം നമ്മളിപ്പോ ഇതിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഇടുന്നുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഷിം നമുക്ക് ഇവിടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ബുഷ് ഈ ഭാഗത്താണ് വരുന്നത്. ഇങ്ങനെയാണ് കയറ്റി ഇടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ ഇത്രയ്ക്ക് പ്ലേ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈ ബോൾട്ട് മുറുക്കി കഴിഞ്ഞാൽ ഇത്രയും പ്ലേ, പിന്നെയും പ്ലേ ഉണ്ട്, ഇത്രയും പ്ലേ വരുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ നമ്മൾ ഇത് ഇങ്ങനെ വരാറുള്ളതാണ്. ഈ കാണുന്ന ബുഷുകൾ മാത്രം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്ലേ മാറ്റാനായിട്ട് ഒക്കില്ല. അപ്പൊ നമുക്ക് ഇത്രയും പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് നോക്കാനായിട്ട് നമ്മളിപ്പോ ഈ ബുഷ് ഇട്ടു. ബുഷ് ഇട്ടിട്ട് ഇതിന്റെ ഗ്യാപ്പ് നോക്കി കഴിഞ്ഞാൽ, അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നിൽക്കണം. ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് ഈ ബുഷ് വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ പ്ലേ കറക്റ്റ് ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഞെക്കുന്ന സമയത്ത് ഇത്രയും അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന് ഒരു എക്സ്ട്രാ 1-2 ബുഷ് കൂടെ നമുക്ക് ഇട്ട് നോക്കേണ്ടതായിട്ട്, പ്ലേറ്റ് ഇട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത ബുഷ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ പ്ലേറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ ബുഷ്കിറ്റിനകത്ത് അത് വരില്ല. ഒന്നുകിൽ പഴയത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബുഷ്കിറ്റ് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഇതുപോലത്തെ പ്ലേറ്റ് പഴയത് കിടപ്പുണ്ടോ നോക്കാം. നമ്മളിപ്പോൾ 2 ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓൾറെഡി ഇതിനകത്ത് കിടന്ന ഷിമ്മാണ്. ഓൾറെഡി ഇതിനകത്ത് ഒരു ലോക്കും ഉണ്ട്. അതേ സെയിം അതേപോലത്തെ 2 ലോക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാപ്പ്, അതായത് ഇതിന്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോക്ക് ഇതിനകത്തോട്ട് ഇടും, അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലേറ്റ് ഇടും, അത് കഴിഞ്ഞിട്ട് ഈ ലോക്ക് ഇടും. എന്നിട്ട് നമുക്ക് പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഓൾറെഡി കിടന്ന 1, പിന്നെ 1, 2, 3 ഷിം നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇതിനകത്ത് കിടന്നാണ്, 2 ഷിം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മൊത്തം ഇതിനകത്ത് ഇപ്പൊ 4 ഷിം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഈ ഒരു പ്ലേയിൽ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇത് കയറ്റിയിട്ടിട്ടുണ്ട്, ഇത് കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് ആ 3 ഷിം ഇതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒപ്പത്തിന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ പ്ലേ കുഴപ്പമില്ല. ഇനി നമുക്ക് പ്ലേറ്റ് ഇട്ടിട്ട് പ്ലേ ഉണ്ടോ എന്ന് നോക്കാം. പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. പ്ലേറ്റ് നമ്മളിപ്പോൾ ബോൾട്ട് പിടിപ്പിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്. മീൻസ് ആ ഒരു പ്ലേ വേണം. ഓവർ പ്ലേ ആകുമ്പോഴും ഇനി നമ്മൾ ഒരു ഷിം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ടൈറ്റ് ആയിട്ട് പോകും. അപ്പൊ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇതിൽ തേക്കാം. അതുപോലെ ഇതിനകത്ത് ഒത്തിരി അളിച്ചു വാരി ഗ്രീസ് തേക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഒത്തിരി ഗ്രീസ് തേച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഗ്രീസ് തേച്ചിട്ടുണ്ട്, ഇതിട്ടു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കയറ്റിയിടാം. കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നട്ടും വാഷും കൊടുക്കാം. ഇത് നമ്മൾ പ്ലേറ്റ് വാഷർ കയറ്റിയിട്ടു, പ്ലേറ്റ് വാഷർ കയറ്റിയിട്ടു, സ്പ്രിംഗ് വാഷർ,
14ന്റെ നട്ട്. അപ്പോൾ ഈ 14ന്റെ നട്ട് നമ്മൾ അതേ പഴയ പൊസിഷനിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നീക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്. അപ്പോൾ പഴയ പൊസിഷനിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പഴയ പൊസിഷൻ വരുന്നത്. ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്ത് വിടാം. അഥവാ നമ്മളിത് ഫുൾ ടൈറ്റ് ചെയ്തിട്ടും ഈ ഗിയർ ബോക്സിന്റെ ഭാഗത്ത്, അതായത് ഈ ലിവർ ഗിയർ ബോക്സിന്റെ ഭാഗത്ത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇവിടെ ലൂസ് ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വിടേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് പഴയ പൊസിഷനിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് പ്ലേയുടെ നോക്കാം. നമ്മളിപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പ്ലേ നോക്കാം. പ്ലേ നോക്കുന്ന സമയത്ത് ചെറിയൊരു 1 mm പോലും പ്ലേ ഇതിനകത്ത് കിട്ടുന്നില്ല. ഒരു ചെറിയൊരു പ്ലേ ഉണ്ട്. ആ പ്ലേ കുഴപ്പമില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ് നല്ല ഓവർ പ്ലേ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഷിമ്മിട്ട് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും. ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സൈഡിലോട്ടൊക്കെ നമ്മൾ ഗിയർ ഇടാൻ നോക്കുമ്പോൾ നല്ല ടൈറ്റിലായിരിക്കും ഗിയർ വീഴുന്നത്. അതുപോലെ തന്നെ ന്യൂട്രാവാനും പാടായിരിക്കും. അപ്പോൾ ഇത്രയൊരു ഫ്രീ ഇതിനകത്ത് ഇട്ടേക്കണം. ചെറിയൊരു പ്ലേ ഇട്ടേക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബുഷ് ആണ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ പുതിയ ബോൾട്ട് വന്നിട്ടുണ്ട്. ഈ ബുഷ് നമ്മൾ കയറ്റിയിടുമ്പോൾ ഈ ബോൾട്ട് ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ബോൾട്ട് ഫ്രീ ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് 2 ടൈപ്പ് ബുഷ് വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് നല്ല ഫ്രീ ആയിരിക്കും, ഒന്ന് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബോൾട്ട് കയറ്റി നോക്കുക. ഇതിപ്പോൾ നല്ല ഫ്രീ ഉണ്ട്. ഇപ്പം നല്ല ഫ്രീ ഉണ്ട്. അപ്പോൾ ഇത് ലേശം ടൈറ്റ് ഉണ്ട്, ഇത് ലേശം ടൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ കൂടിയ ബുഷ് നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഇത് നമ്മൾ ബുഷ് ഇടുന്നതിന് മുമ്പ് ഈ ഒരു ഡസ്റ്റ് ബൂട്ട് നേരത്തെ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ പുതിയ കിറ്റിനകത്ത് ഈ ഡസ്റ്റ് ബൂട്ട് ഉണ്ട്. ഡസ്റ്റ് ബൂട്ട് കൂടെ ഇതിനുള്ളിൽ ഇട്ട് കറക്റ്റായിട്ട് കയറ്റി വിടുക. അപ്പോൾ നമ്മൾ ഡസ്റ്റ് ബൂട്ടും കയറ്റി ഇട്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് പൊടിയും മണ്ണും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബുഷും കാര്യങ്ങളൊക്കെ പോകുന്ന അത് മണ്ണ് കയറിയിട്ട് അത് വെള്ളം മണ്ണും ഒക്കെ കയറി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഈ മണ്ണ് അതിനകത്ത് കയറിയിട്ട് ഗിയർ ടൈറ്റ് ആവാനും അതുപോലെ തന്നെ ഇതുപോലുള്ള അഴുക്കൊക്കെ വരാനുള്ള ചാൻസ് വരും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കട്ടായിട്ട് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഡസ്റ്റ് ബൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബുഷ് രണ്ടും അടിച്ച് കയറ്റാം. നമ്മൾ ഫ്രീ ഉള്ള ബുഷാണ് എടുത്തേക്കുന്നത്. നമ്മളിതിന്റെ ബുഷ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ബോൾട്ട് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും. നമ്മൾ കൈകൊണ്ട് പോലും ഇത് പ്രസ്സായിട്ട് കയറത്തില്ല. മീൻസ് ഈ ഔട്ടർ ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇന്നർ കയറി ടൈറ്റ് ആകും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ബുഷ് ഇതേപോലെ ഫ്രീ ആയിരിക്കും. പക്ഷേ ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫ്രീ ആക്കണം. അതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് അടിച്ച് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രാക്കാനും പാടായിരിക്കും, ഗിയർ ഇടാനായിട്ടും പാടായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു ബോൾട്ടാണ്. അതായത് ബോൾട്ട് ഇവിടെ സ്റ്റേ ആയിട്ട് നിൽക്കി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കി കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ അത് ഫ്രീ ആക്കി നമുക്ക് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമരി പേപ്പർ വെച്ചിട്ട് നമുക്ക് ഹോളൊന്ന് ഫ്രീ ആക്കി എടുക്കാം. അതായത് ഈ നട്ട് ഓവർ ഫ്രീ അല്ലാതെ കറക്റ്റ് ഫ്രീയിൽ ആ ഒരു പ്ലേയിൽ എടുക്കാം. നമ്മളിപ്പോൾ ഇത് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിന്ന് നമ്മൾ എമരി പേപ്പർ വെച്ചിട്ട് ഇത് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും ഫ്രീ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഗിയർ ഇടുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഒത്തിരി പ്ലേ ആവാനും പാടില്ല. ഇതിപ്പോൾ ഒത്തിരി പ്ലേ ഇല്ല, പ്ലേ ശകലം പോലും ഇല്ല, അതേപോലെ തന്നെ ഫ്രീയുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റാർ ആണ് മാറേണ്ടത്. നമുക്കത് അയച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ 10ന്റെ നട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തൊരു സ്പ്രിംഗ് വാഷർ വരും. നമ്മൾ ഇതിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ റബ്ബറൊന്നും ഇല്ല, ഫുള്ളായിട്ട് കട്ടായി പോയേക്കാണ്. ഇനി നമുക്കിത് പുതിയത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് ഈ റബ്ബർ ഈ സൈഡിൽ വരും. ഇത് സെലക്ടറിന്റെ സൈഡിൽ പോകുന്നതാണ്. ഈ റബ്ബർ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കയറ്റിയിടുക. കയറ്റിയതിന് ശേഷം ബോൾട്ട് ഇടുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ബുഷാണ് മാറേണ്ടത്. അതിനുവേണ്ടി ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇതിനുള്ളിൽ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കഴിഞ്ഞാൽ നമുക്ക് ബുഷ് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ പുതിയ ബുഷ് കയറ്റിയിടാം. ജസ്റ്റ് ശകലം WD ഒഴിക്കുക. എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ആയാലും മതി. ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബുഷ് ഡാമേജ് ആയിട്ട് പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് ഇതിൽ കുത്തിക്കയറ്റി ഫ്രീ ആയിട്ട് ഇടുക. ഇടുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റ് ആണോ എന്ന് നോക്കുക വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ബുഷും കാര്യങ്ങളും പ്ലേയും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
നമ്മളിതിന്റെ പ്ലേ കണ്ടതാണ്. ഒരു ശകലം പോലും ഈ ബോളിന് പ്ലേ ഇല്ല. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രീയുമാണ്. അതുപോലെ തന്നെ ഇതിന് ഒരു നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ബെൻഡ് വരുന്നത് ഇതിന്റെ ബാക്കിലോട്ടായിരിക്കും ബെൻഡ് വരുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഇടാനായിട്ട് സാധിക്കില്ല. കൺസോളിൽ പോയിട്ട് ഗിയർ ലിവർ തട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പ്ലേ നമ്മൾ മാറ്റുന്നത്? നമ്മൾ ബുഷ് പുതിയത് വാങ്ങിയാലും നമ്മൾ കുറച്ചുകൂടെ ചില ഗിയർ ലിവറിന് ആ പ്ലേ കൂടുതലായിരിക്കും. പ്ലേ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 1-2 ബുഷൊക്കെ നമ്മൾ ഈ ഇവിടെ വരുന്ന ഷിമ്മ് ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്നത് നമ്മളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുന്നത്, പുതിയ ബുഷ് അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും. അത് ഉരച്ചിട്ട് ഫ്രീ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാരുതി 800ന്റെ ഗിയർ ലിവറിന്റെ പ്ലേ മാറ്റുന്നു. അതുപോലെ തന്നെ പുതിയ ബുഷ് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള പ്ലേക്ക് നമുക്ക് അതിന്റെ മൗണ്ടിങ്ങിന് പൊട്ടലുണ്ടെങ്കിൽ മൗണ്ടിങ് മാറിയിട്ട് ഇതുപോലെ തന്നെ എക്സ്ട്രാ കുറെ ഷിമ്മും നമുക്ക് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ആ പ്ലേ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഗിയർ ലിവറിന്റെ മൗണ്ടിങ്ങിന്റെ ബുഷും കാര്യങ്ങളും മാറുന്നതെന്നാണ്, മാരുതി 800ന്റെ മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.